ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. സോ ഇന്ന് നമ്മൾ സ്നോ കാണാൻ വേണ്ടി മൗണ്ടൻസിലൊക്കെ അങ്ങ് പോവുകയാണ്. ആ സമയത്താണ് ഈ ഒരു ബ്യൂട്ടിഫുൾ റിവർ കണ്ടത്. ഇതിൻ്റെ കളർ കണ്ടോ? ഇറ്റ്സ് ഗ്രീൻ ഇൻ കളർ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയത്. നമുക്കിനി മൗണ്ടൻസിലോട്ട് പോകണം. ഞാൻ അവിടുത്തെ സ്നോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടിന് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളിപ്പോൾ പോണ വഴിക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മലയുടെ ചുവട്ടിൽ ഞങ്ങൾ ഈ ഐസ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉരുക്കി തുടങ്ങി. ഞങ്ങളതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കൈയൊക്കെ അടിയിൽ വെച്ച് ചിലപ്പോൾ അത് മുറിയാൻ ചാൻസ് ഉണ്ട്. അത്രയും ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നിങ്ങൾ കാണുന്ന പോലെ ഒരു അടിപൊളി സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഗുദ്വാര എന്ന സ്ഥലത്തിൻ്റെ പേര്. ആൻഡ് ഇത് യൂഷ്വലി പോലെയല്ല, ഇപ്പോൾ നിറച്ച് ആൾക്കാരുണ്ടാവാറുണ്ട്. ബട്ട് ഈ ഒരു വർഷം കോവിഡ് കാരണം ഒരുമാതിരി വേറൊരു വൈബാണ്. ഒരുമാതിരി അബാൻഡൻ ആയിട്ടുള്ളൊരു സ്ഥലം പോലെ ഉണ്ട് ഇത്. പിന്നെ കഴിഞ്ഞ തവണത്തെ അത്രയൊന്നും മഞ്ഞിവിടെ കാണാനില്ല. ഞാൻ സ്ഥലത്ത് നിൽക്കട്ടെ. സോ കഴിഞ്ഞൊരു വർഷത്തെ അത്രയൊന്നും ഇവിടെ മഞ്ഞില്ല. ആക്ച്വലി ചില പാർട്സൊക്കെ അൺകവേർഡ് ആണ് നിങ്ങൾ കാണുന്ന പോലെ. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സ്കീയിങ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് അതിന് ഏകദേശം വി ഹാവ് ടു വെയർ ഓൾ ദിസ് കോസ്റ്റ്യൂംസ്. അതൊക്കെ ഏകദേശം ഒരു 25-30 ലാരി ആവും. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൈസൊക്കെ ഇൻക്രീസ് ആയെന്ന് എനിക്കത്ര ഉറപ്പില്ല. പിന്നെ സ്നോ മൊബൈലുണ്ട്. തിങ്ക് ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് കോൾഡ്. അതിൻ്റെ പ്രൈസ് ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 200 ലാരി. ദെൻ യു ക്യാൻ ഓൾസോ ഡു പാരാഗ്ലൈഡിങ്. അതിവിടെ ആൾക്കാർ ഞാൻ കുറച്ചൊരു ചെയ്യുന്ന കണ്ടിരുന്നു. ഇപ്പോൾ അറിയില്ല. സോ അതിനും കുറച്ച് 250 ഒക്കെ എക്സ്പെൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടെ വന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്നോ മൊബൈൽ ഇതാണ്. ഇതിൻ്റെ ഈ ഒരു സാധനത്തിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഈ നിങ്ങൾ ഈ കാണുന്ന ഇതിൽ രണ്ടാൾക്കൊക്കെ ഇരിക്കാൻ പറ്റും. അവിടെ ചിലവർ അച്ഛനും മോളായിട്ടൊക്കെ ഇരുന്നിട്ട് പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യണം. നല്ല ഫണ്ണായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ഫസ്റ്റ് ഇയർ ചെയ്തിട്ടുണ്ട്. ഓടിക്കാനൊക്കെ പേടിയായിരുന്നു. ബട്ട് ഈ ജെറ്റ് സ്കീ ഒക്കെ പോലെ ആണ്. പക്ഷെ അത് സ്നോയിൽ ഓടിക്കുന്ന പോലെ, അത്രേ ഉള്ളൂ. ഗൈസ്, ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചു. അപ്പാരൻ്റ്ലി ഈ സ്നോ മൊബൈലിന് 200 ലാരി ആയിരുന്നില്ല, 40 ലാരി ആയിരുന്നു. ഞാൻ ആക്ച്വലി പണ്ടോട്ട് ഈ കൂട്ടി പറയുന്ന സ്വഭാവം ഉണ്ട്. ബട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ബട്ട് സോറി ഗൈസ്, അതിന് 40 ലാരിയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 40 ലാരിക്ക് പോയിട്ട് വരാം. അവർ ഡ്രൈവറിനെ വിടുന്ന പറഞ്ഞ്. ഡ്രൈവർ കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക്, പേടിയാണെങ്കിൽ ഡ്രൈവർ കൂടി ഉണ്ടാവും. എന്നിട്ട് അവർ മേലെ വിട്ടിട്ട് താഴോട്ട് വരും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ വരാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. സോ നിങ്ങൾ വരാണെങ്കിൽ ട്രൈ ചെയ്യാം. ഈ ഒരു മഞ്ഞും തണുപ്പത്തൊക്കെ ആർക്കും ഒരു ചൂടുള്ള കോഫി കുടിക്കാൻ ആഗ്രഹമില്ലാത്തത്. അപ്പോൾ അങ്ങനെ ആഗ്രഹം മൂത്ത് നമ്മളിതേ ഒരു കോഫി ഷോപ്പ് ഓപ്പൺ ആയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് പോയി നോക്കണം. ഇനി ഓപ്പൺ ആയിരുന്നോ, അതോ നമുക്ക് വേണ്ടിയിട്ടായിരുന്നോ, അതോ ഇവിടുത്തെ ആൾക്കാർക്കാണോ, നമുക്കിനി പോയി നോക്കാം. എന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കോഫി.
ഗൈസ്, നമുക്ക് നല്ല ഭാഗ്യമുണ്ടാന്ന് തോന്നുന്നു. ഇവിടെ കോഫി ഉണ്ടായിട്ടില്ല, അത് ഓപ്പൺ അല്ല കട. അപ്പം നമുക്ക് വേറെ കോഫി തപ്പാൻ പോവാണ്. സോ ഇതൊക്കെ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ റിസോർട്ടുകളാണ്. ഇപ്പോൾ അതൊക്കെ തുറന്നിട്ടുണ്ട്, എനിക്കറിയില്ല. ഐ തിങ്ക് ദേ ആർ ഓപ്പൺ വിത്ത് ഓൾ ദീസ് സേഫ്റ്റി മെഷേഴ്സ്. സോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാം. അത്യാവശ്യം കുറച്ച് റേറ്റുള്ള ഫ്ലാറ്റ്സ് ആയിരിക്കും, 200 ഒക്കെ ആയിരിക്കും പെർ നൈറ്റ്. സോ നിങ്ങൾക്കിവിടെ വന്നിട്ട് മോർണിംഗ് സ്നോ വ്യൂസ് ഒക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം ആൻഡ് എൻജോയ് വിത്ത് എ കപ്പ് ഓഫ് കോഫി എക്സെട്ര. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്നും കോഫി കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് താഴോട്ട് വന്നിട്ട് സ്മാർട്ട് എന്നിട്ട് കടയിൽ നിന്ന് കോഫി എടുത്തു. ആൻഡ് ഓൾസോ ചിക്കൻ സാൻഡ്വിച്ച് ആൻഡ് ഓൾസോ ചിറ്റോസ്. സോ ഗൈസ്, അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ ആക്ച്വലി ഗുരുദ്വാര സ്കീ റിസോർട്ടിന് ബാക്കിലോട്ട് പോയിട്ടാണ് ഈ ചായയെല്ലാം കുടിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോയി. അപ്പം മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു വ്യൂ സ്പോട്ട് കാണാൻ പറ്റും, ഒരു വ്യൂ പോയിൻ്റാണിത്. ഇത് ബേസിക്കലി റഷ്യൻ ജോർജിയൻ ഫ്രണ്ട്ഷിപ്പ് മോണ്യുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് നോക്കി. നമ്മളിപ്പോൾ ഇങ്ങനെ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ പകുതി ജോർജിയനും അതിൻ്റെ അപ്പുറത്ത് റഷ്യനായിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ആൻഡ് ഇതൊക്കെ എന്തൊക്കെയോ പിക്ചേഴ്സൊക്കെയാണ്, എനിക്ക് അത്ര ഇതിനെക്കുറിച്ച് അറിയില്ല. ബട്ട് സ്റ്റിൽ ദിസ് ലുക്സ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾക്ക് അവിടെ ഒരു പോണ്ട് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ വ്ളോഗിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ സമയമായി. ഇപ്പോൾ തിരിച്ചില്ലെങ്കിൽ ലേറ്റ് ആവും എത്താൻ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങേണ്ടി വരും. സോ that's all for this vlog, and stay tuned for the next vlog. Now roll the bloopers. So guys, അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ബൈക്ക് ഓടിക്കാനൊക്കെ ഇറ്റ്സ് കോൾഡ് സ്കീയിങ് ബോ. അതിൻ്റെ പേരെന്താ എന്തായാലും പേരെന്താ നമ്മുടെ കൈയൊക്കെ കുറച്ച് മരവിച്ച് തുടങ്ങിയതുണ്ട്. ഞങ്ങൾ വെച്ച് കുറച്ചൊന്ന് മെലഡി കയറിയിട്ട് ചൂടാക്കാമെന്ന്. എക്സസൈസ് ആവുമല്ലോ. ഓപ്പൺ ആയിരുന്നു.
കോഫി